ഹലോ ഗൈസ്, പതിവ് പോലെ ഞാൻ കണ്ണകിയാണ്. ഇന്ന് ഞാനുള്ളത് ഒരു ഹോണ്ടഡ് പ്ലേസിലാണ് കേട്ടോ. ഇതാ കാണുന്നുണ്ടോ? ഇവിടെ കുറേ ആൾക്കാരെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സാമൂഹ്യ വിരുദ്ധരും ഇവിടെ കൂടുതലാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ പ്രേതബാധയുണ്ടെന്നും കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് പ്ലേസ്. എനിക്ക് തന്നെ പേടിയാവുന്നു. അപ്പം ഞാനിവിടെ എത്തിയേ. ഇവിടെ ഒരു ജാംബോന്റെ കാലത്തെ ഹിറ്റാച്ചിയൊക്കെ കിടപ്പുണ്ട്. ഹിറ്റാച്ചിയുടെ ലിവർ. അതിസാഹസികമായിട്ട് ഞാനിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വന്നതാണ് ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ഉള്ളിലോട്ട് പോവാണ്. ഈ പറഞ്ഞ നിഗൂഢതകളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കിയിട്ട് ഇവിടെ പ്രേതവും മണ്ണാങ്കട്ടയൊന്നും ഇല്ല കേട്ടോ. നല്ല പ്ലേസാന്നേ. ഇതാണ്ടോ എന്ത് രസമാന്ന് നോക്കി. നല്ല രസമുണ്ട്. പിന്നെ ആൾക്കാർ പറയുന്ന പോലെ റീച്ചിന് വേണ്ടി കണ്ണകിയൊന്നും പറയാറില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ. അതിൻ്റെ എത്തിക്സിന് ബാക്കി എടാ, ഈ കാണുന്ന എസ്റ്റേറ്റ് മൊത്തം വാങ്ങിയിട്ടതേ ഒരു പെണ്ണിനെ പറ്റിച്ചല്ല, സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടാക്കിട്ടാ. ഇതല്ല പെണ്ണിനെ പറ്റിച്ചല്ല ഒന്നും ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ ഒരു സുഖമല്ലേ അളിയാ? പിന്നെ നാളെ പോന്ന വീട്ടിലെ പെണ്ണ് ഇച്ചിരി ചിക്കനും കാര്യങ്ങളൊക്കെ ഉള്ളയാ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഇത് പാനി എന്ന് പറഞ്ഞ ഒരാപ്പ, നമ്മളെ ഫ്രണ്ട് ആപ്പൊക്കെ പോലെ. പിന്നെ ഡിവോഴ്സ് ആയ പെണ്ണുങ്ങളും ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങളും ഇച്ചിരി സുഖം നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. ഏത് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടും. നിനക്കറിയാലോ ഞാൻ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലെന്ന്. പിന്നെ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇച്ചിരി ടൈറ്റ് ആയെന്നല്ലേ ഉള്ളൂ. ഏത് അപ്പൊ അത് വിട്. പാനി ആയാലും പറയായാലും നീ തരാനുള്ള 10 ലക്ഷം രൂപ ഒരാഴ്ചക്കുള്ളിൽ തന്നില്ലെങ്കിൽ നിന്നെ കൊന്ന് നിന്റെ ശവം ഞാൻ ഈ എസ്റ്റേറ്റിൽ ഞാൻ കുഴിച്ചിടും. നിന്റെ ശവം പോലും പിന്നെ പുറലോകം കാണില്ല. ആ ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടാവണം. പൈസ വേണം. എനിക്ക് കണ്ടാണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പൈസ വേണം.